സോ ഗൈസ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എലിസബത്തിൻ്റെ വീഡിയോ വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, ഈ കോഹ്ലിയും ബാലയും പോയി കേസ് കൊടുത്തതിന് ശേഷം എലിസബത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല, വാട്ട് ഹാപ്പൻ ടു ഹർ. പിന്നെ ബാലയുടെ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ അങ്ങനെ വിചാരിച്ചു, അതിനകത്ത് എന്തോ ഭയങ്കരമായിട്ട് പോളിഷ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു സോഫ്റ്റൻ ചെയ്തിട്ടൊക്കെയാണ് എലിസബത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പല സാഹചര്യങ്ങളിലും ഈ വ്യക്തിയോട് സംസാരിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തന്നെ അറിയാം ചില കാര്യങ്ങൾ ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് ആരോടാണോ കൺവേ ചെയ്യേണ്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കാര്യം എന്നുള്ളത് അത് കൃത്യമായിട്ട് ആ വ്യക്തിക്ക് കിട്ടുന്ന രീതിയിൽ വളരെ പോളിഷ്ഡായിട്ടും സ്മൂത്തായിട്ടും ഈ വ്യക്തിക്ക് പറയാനറിയാം. സോ മേ ബി കേൾക്കുന്ന നമുക്ക് ചിലപ്പോൾ ഇയാൾ വന്നിട്ടിപ്പോൾ എലിസബത്തിനെ കുറിച്ച് ഇങ്ങനെ വളരെ പോളിഷ് ചെയ്ത് സോഫ്റ്റ് ആയിട്ടൊക്കെ അല്ലേ പറഞ്ഞേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിൽ റിസീവിങ് എൻഡിൽ ഇരിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അതിൽ ത്രട്ടനിങ് ആണോ, അതിലിനി വേറെ എന്തെങ്കിലും ഭീഷണിയുടെ സ്വരമുണ്ടോ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരാൾക്കത് മനസ്സിലാവുള്ളൂ. കാരണം ആ വ്യക്തി അങ്ങനെ സംസാരിക്കാൻ അറിയുന്ന നല്ല മികച്ച ഒരു നടനാണ് ആ വ്യക്തി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അങ്ങനൊരു വീഡിയോ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് കണ്ട സമയത്ത് തന്നെ അതിൽ എലിസബത്തിൻ്റെ ഫാദറിനെ പറയുന്നുണ്ട്, ലൈക്ക് മകളെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, മകൾക്ക് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ വന്നു. പിന്നെ കേസും സാധനങ്ങളും, പിന്നെ അതിനുശേഷം എലിസബത്തിനെ ഒട്ടും ഇങ്ങനെ എന്താ പറയുക, ഒരു വാനിഷ് മോഡിലിരിക്കുന്നൊരവസ്ഥ. സോ ഞാനിങ്ങനെ വിചാരിച്ചു സംതിങ് കൂടെ ഹാപ്പൻ, ലൈക്ക് ഒന്നും ഒരു നോവെയർ പെട്ടെന്ന് വാനിഷ് ആയതല്ലേ ഒരാൾ. അപ്പോഴാണ് എലിസബത്തിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ വരുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. സേഫ് ടിൽ നൗ, അത്രേ പറയാൻ പറ്റുള്ളൂ. അടുത്ത് ഇത് എന്താ സംഭവിക്കാൻ പറ്റുക പറയാൻ പറ്റില്ല. സോ സേഫ് ടിൽ നൗ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള വിഷമം, പേടി, അതുപോലെ തന്നെ ഞാൻ മാത്രല്ല ഇതിൽ എഫക്റ്റഡ് ആണ്, അതുപോലെ പല ഭീഷണികൾ. അപ്പൊ എനിക്ക് തന്നെ കുറെ ക്വസ്റ്റ്യൻ മാർക്കുകൾ ഞാൻ കാരണം കുറെ ആൾക്കാരുടെ ലൈഫിന് വരെ ത്രെറ്റ് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടു. എന്നിട്ടും ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ എന്താ കേസ് കൊടുക്കാത്ത. കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസുണ്ട്. വീണ്ടും എന്റെ ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഒന്നിനും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനത്തെ കേസൊക്കെ അതുപോലെ പോകുന്നുണ്ട്. ആസ് എ സിറ്റിസൺ നിയമത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് നമ്മളുടെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഒരു പൗരധർമ്മമാണത്. നമുക്കൊരു കാര്യം വളരെ മോശമായിട്ട് അനുഭവിച്ചു വേറൊരാളിൽ നിന്ന് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അതിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ അവിടെ കിടക്കുന്നുണ്ട്. ബട്ട് അത് പറയുമ്പോഴും നിയമപരമായിട്ടുള്ള ഫൈറ്റിന് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആളുടെ മണി പവർ, മസിൽ പവർ എന്ന് പറഞ്ഞൊരു പരിപാടിയുടെ മുകളിൽ നിയമം വളച്ചൊടിക്കപ്പെടുക അല്ലെങ്കിൽ നിയമം ഈക്വലായിട്ട് സർവ് ചെയ്യാത്തൊരവസ്ഥ വരിക എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പല സാഹചര്യങ്ങളും ഇതേപോലെ സോഷ്യൽ മീഡിയയിലുള്ള തുറന്നു പറച്ചിലും കാര്യങ്ങളുമാണ്. ഓക്കെ, ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വ്യക്തി എലിസബത്തിനെതിരെ കൊടുത്ത കേസ്. ഓക്കെ, ആ കേസിനകത്ത് ഇപ്പോൾ എലിസബത്ത് അല്ല ഇതൊക്കെ ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്, ആ വ്യക്തിയാണ് എലിസബത്ത് പറയുന്നതെല്ലാം കള്ളമാണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ. ആക്ച്വലി ഇതൊരു ബ്രില്യൻസ് ആണല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ എലിസബത്ത് പോയിട്ട് നിയമപരമായിട്ട് അവർ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എലിസബത്ത് പോയിട്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് നിലനിൽക്കുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ എലിസബത്തിൻ്റെ എത്രത്തോളം പ്രൂഫ് ഉണ്ടെന്നൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല. എലിസബത്ത് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, വോയിസ് റെക്കോർഡുകളുണ്ട്, പ്രൂഫുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ എലിസബത്ത് പറയുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മേ ബി കേസ് നിൽക്കാതിരിക്കാം. ബട്ട് സ്റ്റിൽ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ ആലോചിക്കുക, ആ വ്യക്തിക്ക് അത്രത്തോളം മണി, മസിൽ പവർ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏത് രീതിക്കും ആ ഒരു കേസിൻ്റെ വഴി തിരിച്ചുവിടാൻ കപ്പാസിറ്റി ഇല്ല. നിങ്ങൾ ഒരു കോർട്ടിൽ കൊടുത്ത പേപ്പറടക്കം ഫോർജറി ചെയ്ത ഒരാൾ, ഓക്കെ, അതിലടക്കം ഉടായ്പ് കാണിച്ചൊരു വ്യക്തി, എന്നിട്ട് ഇപ്പോഴും ആ കേസും ഉണ്ട്, ഇതിന് മുമ്പുള്ള കേസും ഉണ്ട്, അങ്ങനെ കുറേ കേസുകളിലുള്ളൊരു വ്യക്തി. ഇവൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ വ്യക്തിക്കെതിരെയുള്ള കേസുകളുടെ നമ്പർ നിങ്ങൾ പോലീസ് ആപ്പിൽ അടിച്ചു നോക്കിയാലടക്കം നിങ്ങൾക്ക് FIR അടക്കം കിട്ടില്ല. ഞാനാണ് പറയുന്നത്, ഞാൻ അത് അടിച്ചു നോക്കിയൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടില്ല FIRൻ്റെ. ഈ വ്യക്തിയും കേരള ഹൈക്കോടതിയും തമ്മിലുള്ള ഒരു വാദമുണ്ട്, ഒരു ഫോൺ റിലേറ്റഡ് ആയിട്ട്. ആ ഒരു സംഗതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് ബാക്കി സാധനങ്ങൾ കിട്ടുന്നത്.
അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ഒരു FIR നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചു നോക്കിയാൽ കേസ് FIRൻ്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടും. ഇത് അതിനകത്ത് കിട്ടില്ല. സോ അത്രത്തോളം എവിടേക്കോ കുറേ പവർ പൊസിഷനിലിരിക്കുന്ന ആളുകളുമായിട്ട് കണക്ഷനുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ബേസിക് വെറിയാണ് എലിസബത്തിൻ്റെത്. ഓക്കെ, ആൻഡ് അവർ ഓപ്റ്റ് ചെയ്തത് ഇതിൽ സംസാരിക്കുക, സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുക എന്നുള്ള കാര്യമായതുകൊണ്ട് അവരത് അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരാളുടെ താല്പര്യമാണ് കേസ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്, എന്തും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തിയെ എലിസബത്തിനെ അറിയുന്ന അത്ര എനിക്ക് അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്കും ആ ഒരു വ്യക്തിയെ കുറച്ച് കാലമായിട്ട് അറിയാം. ഞാനും ചേട്ടാ എന്ന് വിളിച്ചൊരു വ്യക്തിയാണ്. ബട്ട് സ്റ്റിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും അയാളുടെ ഡൂയിങ്സും ആ സമയത്തൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം വാട്ട് ഈസ് ഹി കേപ്പബിൾ ഓഫ് ഡൂയിങ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. സോ നമ്മളും ഈ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്ത് വേണേൽ സംഭവിക്കാം. ഓക്കെ, ബട്ട് ഇതിൽ സംസാരിക്കാൻ ഞാൻ ഓപ്റ്റ് ചെയ്തത് ഈ സൈഡാണ്. സോ ധൈര്യമായിട്ട് സംസാരിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ഇന്ന് ഇപ്പോൾ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമല്ലേ എന്നൊന്നറിയില്ല, ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു. ഒരു തവണ ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു. വീണ്ടും അയാൾ മൂന്നാമത്തെ തവണ ഇടിച്ചു. പക്ഷെ ഇടിക്കണത് ക്ലോസ് റേഞ്ചിലായ കാരണവും മാത്രമല്ല, അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല, അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിൻ്റെ മുകളിൽ ഇടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണ് ഓടിക്കണേ, അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെയറിയില്ല. ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ. എലിസബത്ത് എന്താണെങ്കിലും കേരളത്തിലല്ല. അപ്പോൾ കേരളത്തിലല്ലാത്തൊരു സിറ്റുവേഷനിൽ പുറത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻസിഡൻറ്റ്, അതും ഇങ്ങനത്തെ ഒരു മേജർ കോൺട്രവേഴ്സിക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾ ഇത്രത്തോളം എന്തും ചെയ്യാൻ കേപ്പബിളാണ്, എവിടെ വേണമെങ്കിലും അയാൾക്ക് ഹോൾഡ് ഉള്ളതെന്നുള്ള ഒരു വ്യക്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ ആ വിഷയം അവിടെ വെൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. എന്താണെങ്കിലും അവിടെ പോലീസും നിയമവും കാര്യങ്ങളൊക്കെ അവിടെ കാണും. ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, ഒരു സസ്പീഷ്യസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ നിയമപരമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഫ്രണ്ട്സ് ആളുകളൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ ആരെങ്കിലും ഉള്ള സമയത്ത് അത് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ സംശയം തോന്നാം. ഓക്കെ, കാരണം അങ്ങനെ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് എന്താ പറയുക, കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡായിട്ട് അല്ലെങ്കിൽ വേറൊരാളെ ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ സംശയം വരാം. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ സേഫായിട്ട് നമ്മൾ സ്വയം നിൽക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. അതിലിപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ 14 വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത്, ഇവർ 2 വർഷം അനുഭവിച്ചിട്ടുള്ളൂ. 2 വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ടുണ്ട്. 14 വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല. എനിക്കിതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടാന്നോ ഒന്നുമില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആൾക്കാരും അറിയണം, വേറെ ആരും ഇതിൽ പെടരുത്. ഞാൻ ചിലപ്പോൾ ഇത് ആദ്യം തന്നെ കേസായിട്ട് പോയിണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. ചിലപ്പോൾ ആ സമയത്തും എത്ര ആൾക്കാർ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്ത് നടക്കണില്ലേ. ഞാൻ ഒരു 4-5 ദിവസം വീഡിയോ ഇടാൻ വൈകിയപ്പോൾ എല്ലാവരും എൻ്റെ ക്രെഡിബിലിറ്റീനെ പറ്റിയിട്ടൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ടുള്ള ആൾക്കാരില്ലേ. ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ ഇവരെന്താ കേസ് കൊടുക്കാത്തത്? അപ്പം ഞങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വന്നു. അങ്ങനെ ഡൗട്ട് വന്നിട്ടുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യണ്ട. അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ്ട. ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഓക്കെ, എലിസബത്തിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പിന്നെ ഒരാൾക്ക് സംശയം തോന്നുമോ തോന്നാതിരിക്കുമോ എന്നുള്ളത് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ എന്താ പറയുക, അവരുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ഓർ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, തേർഡ് ഐ ആയിട്ട് പുറത്ത് നിൽക്കുന്ന ഞാനടക്കം വേറെ എത്രയോ ആളുകൾക്ക് അവർക്ക് അവരുടെ സെൽഫായിട്ടുള്ള പെർസ്പെക്റ്റീവ് ആൻഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരുന്നിട്ടാണ് അവർ ഓരോ കാര്യം സംസാരിക്കാറ്, ഓരോ കോണ്ടന്റ് എടുത്ത് വെച്ചിട്ട് അവരുടെ പെർസ്പെക്റ്റീവ് പ്രസൻറ്റ് ചെയ്യാറ്. സോ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ബേസിക്കലി എലിസബത്തിനില്ല. ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ബേസിക്കലി എലിസബത്തിനില്ല. എലിസബത്തിൻ്റെതായിട്ടുള്ള റൂട്ട് തിരഞ്ഞെടുത്തിട്ട് മുന്നോട്ട് പോവുക. ഇതുവരെ അതാണ് ചെയ്തത്, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ കേസിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ളൊരു ടോക്കോ, അല്ലെങ്കിൽ എവിടെയോ എലിസബത്ത് ഒന്ന് പ്രൊവോക്ഡ് ആയിട്ട് എനിക്ക് തോന്നിയത് മേ ബി അഭിരാമി ഇട്ട വീഡിയോ ആണ്.
ഓക്കെ, അഭിരാമിയുടെ ചാനലിൽ ഒരു Q&A വന്നിട്ടുണ്ടായിരുന്നു. ആ Q&A സെഷനകത്ത് അഭിരാമി കുറച്ചധികം കാര്യങ്ങൾ എലിസബത്ത് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ അനുഭവിച്ചതിൻ്റെ കുറച്ചൊരു ക്രീം ലെയറും ഒക്കെ ആയിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ സപ്പോർട്ട്, അത് ഇത് അവരനുഭവിച്ചത്, എലിസബത്തിന് കിട്ടുന്ന സപ്പോർട്ട് എന്നൊക്കെ. ഞാൻ ആ പെർട്ടിക്കുലർ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് എവിടെയും അഭിരാമി ഒരു വേറൊരു ഷെയ്ഡിൽ ആ കാര്യങ്ങളിരുന്ന് സംസാരിച്ചായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ല. ബട്ട് ഇത്രയും വലിയൊരു ട്രോമയിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എലിസബത്തിന് മേ ബി അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഇവരെന്താ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എന്നുള്ളത് തോന്നിയിട്ടായിരിക്കാം മേ ബി ഇപ്പോൾ എലിസബത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച. ഞാൻ അഭിരാമിയുടെ ഒരു ചെറിയ പോർഷൻ, ഒരു 2 minutes ഉള്ള ഒരു ചെറിയ പോർഷൻ ഞാൻ എന്തായാലും ഇതിലൂടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലീഗൽ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്ന സാധനത്തിൽ ഞാനും പെടും. കാരണം ഇതിങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ആ അഗ്രിമെന്റിൽ പറയുന്ന ഒരു കാര്യം ബ്രീച്ച് ആവുകയാണ്. അപ്പം അതിനകത്ത് എനിക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് സംസാരിക്കാൻ. ആൻഡ് ഇവരുടെ ഇപ്പം ചേച്ചിയും എലിസബത്തും പണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പം ടച്ചിലല്ല ഉള്ളത്. അപ്പോൾ ആ സമയത്ത് ഇവർ സംസാരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് അത് ഈ പറഞ്ഞ കൂട്ട് എലിസബത്തായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് അതിന്റെ ഒരു ശരി. ആൻഡ് ഷീ ഈസ് ബോൾഡ് ഇനഫ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. എനിക്ക് ഒട്ടും ബോൾഡ് അല്ലാത്ത ഒരാളായിട്ട് തോന്നുന്നേ ഇല്ല. ഷീ ഈസ് വെരി ബോൾഡ്. ഇങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടതെന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പം പുള്ളിക്കാരത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കാരണം നിയമത്തിൽ പുള്ളിക്കാരത്തേക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ബട്ട് അതെനിക്ക് ഞാൻ പറഞ്ഞില്ല, അത് അതിൻ്റെതായ ഒരു രീതിയിൽ കൂടെ അത് പെർസ്യൂ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പം ഇതാണ് എലിസബത്ത് അനുഭവിച്ചതെന്നുള്ളത് പലർക്കും മനസ്സിലായെങ്കിൽ യു ഷുഡ് ഇമാജിൻ അത്രയും വർഷം നമ്മുടെ ഫാമിലി പറയാതെ മിണ്ടാതെ പേടിച്ച് സഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലും ചെയ്ത് എൻ്റെ വീട്ടുകാരുടെ കേസിന് അത് എഫക്ട് ചെയ്യരുതെന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് ഈ പറഞ്ഞ ആസ് യു സെഡ് എൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഡെഫിനറ്റ്ലി ഇതിനു വേണ്ടി സംസാരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇതിന് നിയമപരമായിട്ടുള്ള ഒരു വശം കൂടെ ഉണ്ട്. അപ്പോൾ ആ വശം ഓവറോൾ ചെയ്ത് ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എൻ്റെ കൺമുമ്പിൽ കാണുന്ന എൻ്റെ ചേച്ചിയും എൻ്റെ പാപ്പവും എൻ്റെ അമ്മയും അവർക്ക് കിട്ടേണ്ട ഒരു ജസ്റ്റിസ് കിട്ടില്ല. ആൻഡ് ഞങ്ങളെക്കാളും വളരെ ബെറ്റർ ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് കിട്ടാത്ത സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഷീസ് ഇൻ ദ റൈറ്റ് ട്രാക്ക് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ സംസാരിക്കും. എൻ്റെ ചേച്ചി ഇനി വന്ന് സംസാരിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അപ്പോഴത്തേക്കും പിന്നെയും പുട്ടിൻ്റെ കൂടെ പീരാന്ന് പറയുന്ന പോലെ മറ്റേ അൺവാണ്ടഡ് ആയിട്ട് ടോപ്പിക്സ് ആൾക്കാരിട്ട് വെറുതെ അതിനകത്തേക്ക് പോകണമല്ലോ. എൻ്റെ ചേച്ചിയുടെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1-2 വട്ടം കം ആൻഡ് അഡ്രസ് ദ സിറ്റുവേഷൻ അവർ പറയേണ്ട കാര്യങ്ങളാണ്. എലിസബത്തിന്റെ കേസ് എലിസബത്ത് സംസാരിച്ചു, അവർക്ക് ലീഗൽ ഓബ്ലിഗേഷൻസ് ഇല്ല, അതുകൊണ്ട് ഷീസ് നൗ ടോക്കിംഗ് ആൻഡ് ഷീസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ട്രാക്ക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേരളം ഫുൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചേച്ചിയുടെ കേസ് ചേച്ചി ഇനി വന്ന് സംസാരിച്ചാൽ ആ ഭാര്യമാര് ചേർന്ന് പണിയുവാണെന്നൊക്കെയുള്ള ആംഗിളിലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും. വെറുതെ എന്തിനാണ് അവരും നമ്മളൊരു ബന്ധം പോലും ഇല്ല ഇപ്പം. ആൻഡ് ഷീസ് ഡൂയിങ് തിങ്സ് ദ റൈറ്റ് വേ, in the right tone, in a way everybody can understand. വെറുതെ അമൃത ചേച്ചി ഇപ്പോൾ ലീഗലി ഓൾറെഡി ഒരു കേസിലുണ്ട്, ഇനി ഞാൻ വന്നിനകത്ത് സംസാരിച്ച് അത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ എൻ്റെ വീട്ടുകാർക്ക് ഇനി ഒരു പ്രശ്നം. ഓൾറെഡി നമ്മളിതിപ്പം എലിസബത്തിന്റെ കേസ് തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെ കുറച്ചായിട്ടുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഒരുപാട് വർഷമായിട്ട് വലഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണ്. അത് ഞങ്ങൾ ഏറ്റവും അടുത്ത് അറിയുന്ന ആൾക്കാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ അഭിരാമി സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് ആ ഒരു എൻറ്റയർ Q&A സെഷനകത്ത് അഭിരാമി പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയും അഭിരാമി ഒരു എലിസബത്ത് ചെയ്തത് റോങ് എന്നോ അല്ലെങ്കിൽ എലിസബത്ത് ചെയ്യുന്നത് ശരിയല്ല അങ്ങനെയൊന്നും അഭിരാമി പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഓക്കെ, അഗെയിൻ ഞാൻ പറയുന്നത് അത് എൻ്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്, എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. ഫൈൻ. റിസീവിംഗ് എൻഡിൽ ഇരിക്കുന്നത് എലിസബത്ത് ആയതുകൊണ്ട് എലിസബത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും അത് തോന്നിക്കഴിഞ്ഞാൽ എലിസബത്തിന് അത് പ്രൊവോക്ഡ് ഫുൾ ഒരു ഫീലിംഗ് വരാം. അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ പറയുന്നത്, ഇവരുടെ ഒരു സ്റ്റേജിൽ എന്നെ വിളിച്ചതായിരുന്നല്ലോ, ആ വിളിച്ച സമയത്ത് ഞാനൊരു മോശം കണ്ടീഷനിൽ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ അവർ എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ആളുകളായിരുന്നല്ലോ, അപ്പോൾ അവരുടെ ടേമിൽ അവരങ്ങനെ ചെയ്തു. ഇപ്പോൾ എനിക്കൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഐ എം നോട്ട് ഗെറ്റിംഗ് എനി ബാക്കപ്പ് എന്നുള്ളൊരു ഫീലിംഗ് വന്നതുകൊണ്ടായിരിക്കണം മേ ബി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എലിസബത്ത് പറഞ്ഞത്. ഒരു ദിവസം നവംബർ സമയത്ത് നമ്മളതിനെ കുറച്ച് ആൾക്കാർ വിളിക്കണു, ഇതിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറയണു. ഞാൻ ഡിപ്രഷൻ്റെ നല്ല ഇതിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ICUവിൽ കിടക്കണു. അത് കഴിഞ്ഞ് അപ്പോഴും കണ്ടിന്യൂസ് കോൾ ചെയ്തുകൊണ്ടിരിക്കണു. അത് കഴിഞ്ഞ് നമുക്കൊരു ബൈസ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റായിട്ട് കിടക്കണ സമയത്ത് ഇവർ കണ്ടിന്യൂസ്ലി കേസ് കൊടുക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, എനിക്ക് ഓൾറെഡി ഞാൻ സ്ട്രെസ്സിലാണ്, എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ. അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത്, എനിക്കിത് ആരായിട്ടും ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല. അന്ന് എനിക്ക് പേടിയായിരുന്നു.
ആൾക്കാരുടെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു. ആൾക്കാർ ഇതൊക്കെ അറിയണേൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഇത് പറയുന്നത് ആ ഒരു ടൈമിൽ സീരീസ് അമൃത ആൻഡ് ബാല ഇഷ്യൂസ് കുറച്ച് ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പ് ആയ ഒരു സമയത്ത് കുട്ടി വന്ന് അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടായി, കേസും കാര്യങ്ങളൊക്കെ ആയ ഒരു സമയത്താണ് വേറൊരു ലേഡി, ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേഡി വന്നിട്ട് ഇങ്ങനെ എലിസബത്തുമായിട്ട് സംസാരിച്ച് അതിൻ്റെ കോൾ റെക്കോർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എലിസബത്ത് പറയുന്നത് എലിസബത്തിൻ്റെ ടീം വേഴ്സ് സിറ്റുവേഷനിൽ വന്നിട്ടാണ് അവർ ആ കാര്യങ്ങൾ സംസാരിച്ചത് എന്നും അതിനുശേഷം ഇതിൻ്റെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞതൊക്കെ അവരോട് എലിസബത്ത് അന്ന് റിക്വസ്റ്റ് ചെയ്തതായിരുന്നു. ബട്ട് അതൊന്നും ഗ്രൗണ്ട് ചെയ്തില്ല എന്നുള്ള രീതിക്കാണ് എലിസബത്ത് ഇതിൽ പറയുന്നത്. സോ എനിക്ക് തോന്നുന്നത് എലിസബത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി എലിസബത്തിന് ഇങ്ങനെ ഒരു തോട്ട് പോയിട്ടുണ്ടാവും, നിങ്ങളുടെ ആ വേഴ്സ് കണ്ടീഷനകത്ത് യു ഹാവ് കം ടു മീ, ഇപ്പം എൻ്റെ ഒരു വേഴ്സ് സിറ്റുവേഷനിൽ നോ വൺ ആർ ദെയർ എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കാണും. അല്ലെങ്കിൽ അഭിരാമി ഇട്ട വീഡിയോൻ്റെ അകത്തുനിന്ന് ഇവർക്ക് കിട്ടിയൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. ഈവൻ അഭിരാമി അങ്ങനെ ഒരു സാധനം മീൻ ചെയ്തിട്ടായിരിക്കില്ല കാര്യങ്ങൾ സംസാരിച്ചത്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് അഭിരാമി അങ്ങനെ മീൻ ചെയ്തിട്ടല്ല. ഗോ ഹെഡ്, സ്ട്രോങ് ആണ് നിങ്ങൾ എന്നുള്ളൊരു സാധനമാണ് അഭിരാമി സംസാരിച്ചിട്ടുള്ളത്. ബട്ട് റിസീവിങ്ങിലിരിക്കുന്ന നമ്മുടെ എലിസബത്തിന് അത് അങ്ങനെയല്ല കൺവേ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ അവർ ഒരു മീഡിയയിൽ വഴി എല്ലാതും പറഞ്ഞു. മാത്രമല്ല ആർക്കൊക്കെ ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഞാൻ എന്നിട്ട് ഓഡിയോ റെക്കോർഡിങ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞു. അപ്പം ഞാൻ ഇവരിനൊക്കെയാണോ വിശ്വസിക്കേണ്ടത്? പിന്നിന്ന് നമ്മൾ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പിന്നിന്ന് കുത്തിയ ആൾക്കാരിനെയൊക്കെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഞാൻ ഫോൺ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് ഞാൻ ഈ പ്രമുഖ നടനൊന്നല്ല ഫോൺ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് നല്ല ഇതുള്ള ആൾക്കാരാണ്. എന്നിട്ടാണ് പിറ്റേ ദിവസം കേസ് കൊടുക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ കൂടിയിട്ട് മീഡിയയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇത്ര വൃത്തിയിട്ട രീതിയിൽ പറഞ്ഞത്. അപ്പം ഞാൻ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഇതിലിപ്പോൾ ഞാൻ ആരിനെയാണ് കുറ്റക്കാരായിട്ട് കാണേണ്ടത്? ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഈ രണ്ട് ആൾക്കാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നെ സംബന്ധിച്ചോളം. അതിനു മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും ഗിൽറ്റി ഫീലിങ്ങും, ഇവരും ഇത്ര കാലം അനുഭവിച്ചില്ലേ, ഇത്ര ചെറുപ്പകാലത്ത് ഇതൊക്കെ അനുഭവിച്ചില്ലേ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ സപ്പോർട്ടുകളും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വായ മൂടുന്ന നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഇത് ഇപ്പം പറയണേ. പക്ഷെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ എലിസബത്ത് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് എലിസബത്തിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ് ആ ഒരു പെർട്ടിക്കുലർ കോൾ റെക്കോർഡിങ് അവർ ചെയ്തത് എന്നുള്ളതും, കേസ് കൊടുക്കില്ല എന്ന് അറിഞ്ഞ സമയത്ത് അവരത് ഓപ്പണായിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു റെക്കോർഡ് വേണമെങ്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തരാം എന്നുള്ളതൊക്കെ പറഞ്ഞത്. ആക്ച്വലി അത് ഇനി കോൾ റെക്കോർഡ് ചെയ്തിട്ട് തന്നെയാണോ അത് പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഈവൻ എനിക്കറിയില്ല എലിസബത്തിനും അത് അറിയുമോ എന്നുള്ളത്. അവർ ചിലപ്പോൾ സംസാരിച്ചു വീഡിയോയിൽ പറയാൻ നേരത്ത് വേണമെങ്കിൽ വീഡിയോയുടെ ഒരു ഒത്തൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട്, വീഡിയോൻ്റെ ഒരു ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോൾ റെക്കോർഡ് ഉണ്ട് വേണമെങ്കിൽ കേൾപ്പിച്ച് തരാം. ഇത് കേട്ട ആരെങ്കിലും ഉണ്ടോ നമുക്ക് പറയാൻ പറ്റൂ. ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, എലിസബത്തും ഈ പറഞ്ഞ അമൃതയും സംസാരിച്ചു ഞാൻ കേട്ടിട്ടില്ല. കേട്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അവരത് റെക്കോർഡ് ചെയ്തോ എന്നുള്ളത് എലിസബത്തിനും പിടുത്തല്ല. അവർ പറഞ്ഞു വീഡിയോയിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് തരാം എന്നുള്ളൊരു വേർഷൻ. പക്ഷെ അത് റെക്കോർഡഡ് ആണോ എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ ഇല്ലല്ലോ. സോ ദാറ്റ് ഈസ് ദെയർ, അതിനൊരു ക്ലാരിറ്റി ഇല്ല. ബട്ട് എലിസബത്ത് പറയാതെ ഇങ്ങനെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ടു ബാഡ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഏറ്റവും ടഫ് സിറ്റുവേഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഏതാ, എനിമി ഏതാ, ഒപ്പം നിന്ന് പിന്നിന്ന് കുത്തുന്നതാരാ, ബാക്കിലിരുന്ന് പറയുന്നതാരാ, ചിരിച്ച് കാണിക്കുന്ന മുഖം തന്നെയാണോ ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളെ തിരിച്ച് കുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റിയും കാണില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ദ ബെറ്റർ ഓപ്ഷൻ. പിന്നെ നമ്മളെ അച്ഛനമ്മ സിബ്ലിങ്സ് കൂട്ടക്കാർ തന്നെ ഉണ്ടാവുള്ളൂ. എന്താണ് എൻഡ് ഓഫ് ദ ഡേ ആ ഒരു പോർഷൻ അവരെ ഫില്ല് ചെയ്യും. എനിക്ക് വേറെ വലിയ കാശിൻ്റെയോ സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെയോ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട. സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഇതിനു മുമ്പേ സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഈ പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾ സഹായിക്കാൻ പോയി, എന്നിട്ട് സഹായം സ്വീകരിച്ചില്ല. ഇങ്ങനെ പിന്നിന്ന് കുത്തിയിട്ടാണോ സഹായിക്കണേ?
അതൊക്കെ ഏറ്റുപിടിച്ചിട്ട് എന്നോട് വീണ്ടും വീണ്ടും ഈ 4-5 ദിവസമായിട്ട് എന്നോട് കുറെ ആൾക്കാരെ ചോദിക്കണു എന്താണ് അവരുടെ കൂടെ പോയിട്ട് കേസ് കൊടുക്കാത്തതെന്ന്. കുറച്ച് കഴിഞ്ഞ് എന്റെ പിന്നിൽ പോയിട്ട് കുത്തുന്ന ആർക്ക്, ഇവരെന്നെ കുത്തുന്ന ആർക്ക് അറിയാത്ത? ഞാൻ ഒരു വർഷം ഇത് അനുഭവിച്ചതാ. എന്റെ ഏറ്റവും ലോ സ്റ്റേജില് ഞാൻ ഒരിക്കലും പുറത്ത് ഇപ്പൊ എനിക്ക് പറയാൻ പേടിയില്ലാത്തതിന്റെ ഇത്രയ്ക്ക് നാണം കെടുത്തിയിട്ട് അത് ഞാൻ ഏറ്റവും ലോ സ്റ്റേജിൽ ഇതൊക്കെ ലോകം അറിഞ്ഞതാണ്. അതിന്റെ വായിന്നല്ലാന്ന് മാത്രം, ഇന്റെ സമ്മതം കൂടാതെ. ഇവര് ഭയങ്കരമായിട്ട് ഡൗൺ ആണ് എലിസബത്ത്, കംപ്ലീറ്റ്ലി ഡൗൺ ആവാതിരിക്കൂല. ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്ന ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഊഹിക്കാൻ പോലും എനിക്ക് അർഹതയില്ല, കാരണം ഞാൻ അങ്ങനെ പോയിട്ടില്ല. കേൾക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പും കുറേ വീഡിയോസ് ചെയ്തുകൊണ്ട് പലരുടെ ഇഷ്യൂസ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പേഴ്സണലി. അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് വലിയ അവർക്ക് ബേസിക്കലി ഞാൻ പറയട്ടെ, സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യം ഇതിനകത്തില്ല. ഓക്കെ, ഞാൻ വീഡിയോ ഞാൻ എൻ്റെ കോണ്ടന്റ് എൻ്റെ അരി ഞാൻ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ട് ഞാൻ അതിന് മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സപ്പോർട്ട് ഇസ് എ സെക്കൻഡറി തിങ് വാട്ട് ഐ എം ഡൂയിങ്. അത് ഞാൻ പേഴ്സണലി ആ വ്യക്തിയോട് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഈ വീഡിയോനകത്ത് ഞാൻ പറയുമ്പോൾ അത് സെക്കൻഡറി വരുള്ളൂ. ബേസിക് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തർക്കും അത് കോണ്ടന്റാണ്, അരിയാണ്, ടോപ്പിക്കാണ്. ഫൈൻ, ഇൻ എ വേ ഓർ അനദർ വേ ടോപ്പിക്കാണ്. എല്ലാം ഇവിടെ കോണ്ടന്റാണ്, എല്ലാം ഇവിടെ അരിയാണ്, എല്ലാം ഇവിടെ പൈസയാണ്. ഓക്കെ, യുവർ ഫൈറ്റ് ഈസ് യുവേഴ്സ്. നിങ്ങളെ ഫൈറ്റ് നിങ്ങളത് മാത്രമാണ്. അത് മാത്രം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഇത്രത്തോളം ഒരു വേദന വരില്ല മനസ്സിനകത്ത്. ഇനിയും ഇന്നെ പോലത്തെ ആൾക്കാർ ഒന്നും അറിയാണ്ട് അതിൽ പോയി പെടരുതെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം വീഡിയോ ചെയ്ത് അതിന്റെ റിസ്കുകളും ഇങ്ങനെ തരത്തിൽ കേസ് വരുന്നു നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കേസിനെയും കാണും കൂടുതൽ നാളെ വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് വെട്ടുന്നടക്കം അറിയാവുന്ന കാര്യമാണ്. കാരണം പലതരത്തിലുള്ളത് ഞാൻ അവിടെ നിന്നിട്ട് കണ്ടും കേട്ടിട്ടുള്ള ആൾക്കാർ, അതിനുള്ള അനുസരിച്ചിട്ടുള്ള ആൾക്കാരൊപ്പം ഇപ്പോഴും വീഡിയോയില് പുള്ളി കമ്മീഷൻ ഓഫീസിലും മറ്റേലൊക്കെ നടക്കുമ്പോൾ ഒപ്പം നടക്കണ പല ആൾക്കാർക്കും എന്തൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് നന്നായിട്ട് അറിയണ ആൾ തന്നെയാണ് ഞാൻ പറയണേ. അത് അറിഞ്ഞിട്ട് തന്നെയാണ് പറയണേ. ഈ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഉപദ്രവിക്കാണ്ടിരുന്ന ഭയങ്കര സമാധാനം. ഓക്കെ, ഉപദ്രവിക്കണമെങ്കിൽ ഉപദ്രവിച്ചോ, ഇനിയിപ്പോൾ അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഈ ഉപദ്രവിക്കണതൊന്നും നിർത്തിയ കുറച്ച് സമാധാനമുണ്ട്. ഇതിൽ ഇവർ പറയുന്ന ഈ ഒപ്പമുള്ള ആളുകൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ആ വ്യക്തിയുടെ ഒപ്പമുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ വ്യക്തി അറിയുന്നില്ല ഒപ്പമുള്ള പല ആളുകളും തിരിച്ചൊപ്പം നിന്നിട്ട് ആ വ്യക്തി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നതും പറയുന്നതും. ഇപ്പോഴാണെങ്കിൽ കൂടി ഒപ്പമുള്ള ആളുകളിൽ പലരും ഇവിടെയും അവിടെയാണ്. ഞാൻ ഷുവറായിട്ട് പറയുന്നു, പല യൂട്യൂബേഴ്സിനുമായിട്ടും അയാളുടെ ഒപ്പം നിൽക്കുന്ന പലർക്കും കണക്ഷൻ ഉണ്ട്. അവിടെ നിന്നുള്ള എവിടെയും ഇവിടെ നിന്നുള്ള അവിടെയും അവരെത്തിക്കുന്നുണ്ട്. അത് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ടർ. പിന്നെ ഈ ഒപ്പമുള്ള വ്യക്തികളുടെ ഒരു കപ്പാസിറ്റി, ഓക്കെ, മണി പവർ അല്ല, മസിൽ പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എലിസബത്തിന് അറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് എനിക്ക് കുറച്ച് ആളുകളെയൊക്കെ നന്നായിട്ട് അറിയാം. സോ ബി വെയർ. ജനുവലി കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവര് മതിക്ക്. അല്ലാണ്ട് വലിയ കാശും ഇൻഫ്ലുവൻസും ഉള്ള ഇതൊന്നും വേണ്ട. ഇതിന്റെ ഇടയിൽ നമ്മൾ വക്കീലിനെ കാണാൻ പോണോ, അവിടെ കാണാൻ പോണോ, എത്ര സ്ഥലത്തുനിന്നാണ് നമ്മളതിനെ ചതിക്കണേന്നറിയോ? അത് ഓരോരുത്തരുടെ ആൾക്കാര്. നമുക്ക് ഒരു ജെനുവനായിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 4-5 ദിവസം കിടന്ന് കളിച്ചേർന്നത്. അപ്പോഴേക്കും തുടങ്ങി ജെന്യൂനിറ്റി ഉണ്ടോ, ക്രെഡിബിലിറ്റി ഉണ്ടോ, നമ്മളൊക്കെ ആരാ ഈ യൂട്യൂബ് ചാനലിൽ ഇത് റിയാക്ട് ചെയ്തിട്ട്. അങ്ങനെ ബുദ്ധിമുട്ടും വിഷമവും അതുപോലെ ഡൗട്ടുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യരുത്. ജെനുവൻലി കൺസേൺ ചെയ്ത ആൾക്കാരും അന്വേഷിച്ച ആൾക്കാർക്കും താങ്ക് യു. എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ പല സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഭീഷണിയാണോ, ത്രെട്ടാണോ, അല്ലെങ്കിൽ ബോധമില്ലാണ്ട് വണ്ടിയിലൊക്കെ വന്നിട്ടിരിക്കുന്നതാണോ, അതൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഇടയിൽ കയറിയിട്ട് കളിക്കണ കുറെ ആൾക്കാരുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഫൈറ്റ് ചെയ്യണത്. ഓക്കെ, എനിക്ക് ആരുടെയും ആവശ്യമില്ല. അതാണ് അതിൻ്റെ സത്യം. ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുക, വേറെ ആരുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞെടുത്ത എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പം ഞാനടക്കമുള്ള സപ്പോർട്ട് സിസ്റ്റം എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് തോന്നുന്ന, വിസിബിളി തോന്നുന്ന യൂട്യൂബേഴ്സ് ബേസിക്കലി കോണ്ടൻ്റാണ്. ഓക്കെ, കോണ്ടൻറ്റ് ആവശ്യമുള്ളത് ഇടുന്നു, ഇഗ്നോർ ചെയ്യേണ്ട സമയത്ത് ഇഗ്നോർ ചെയ്യുന്നു, നെക്സ്റ്റ് ഒരു കോണ്ടൻറ്റ് കിട്ടുമ്പോൾ ആ വഴിക്ക് പോകുന്നു.
ഫൈൻ. പിന്നെ ഈ കാണുന്ന വ്യൂവർഷിപ്പ് പ്ലസ് കമൻറ്റ് ബോക്സ്, ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിലുള്ളവരാണെങ്കിൽ പോലും എത്ര പേരാണെങ്കിലും ആരെങ്കിലും വന്നിട്ട് അവരുടെ പണിയും തോരവും വീടും കുടുംബവും കളഞ്ഞിട്ട് ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ, ഡു യു തിങ്ക് ദേ വിൽ കം? വന്നാൽ തന്നെ എത്ര ദിവസം വരും? സോ യു ഫൈറ്റ് യുവർ സെൽഫ്, ഓക്കെ, വിത്ത് യുവർ ഫാമിലി യു ഫൈറ്റ്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി. അത് ബിക്കോസ് ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുള്ളൊരു വ്യക്തിയെ പോലെ എനിക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ സംസാരത്തിൽ. അത് വരും, അതൊരു തെറ്റല്ല, ഞാൻ തെറ്റായിട്ടല്ല പറയുന്നത്. ദാറ്റ് വിൽ ഹാപ്പൻ. ബിക്കോസ് വിശ്വസിച്ച ഭാഗത്തു നിന്നൊക്കെ ചതി കിട്ടിയ ഒരാൾക്ക് പിന്നെ ആരെ ട്രസ്റ്റ് ചെയ്യാനോ? ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ആരെയും ട്രസ്റ്റ് ചെയ്യാതെ ഇപ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും. 4 നല്ല കമൻറ്റോ 4 നല്ല വീഡിയോ റിയാക്ഷൻ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും സെൽഫായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. എനിക്കും സംഭവിച്ചിട്ടുണ്ട് പല സാഹചര്യത്തിൽ. 4 സപ്പോർട്ടിങ് കമൻസും 4 സപ്പോർട്ട് ചെയ്യുന്ന 2 വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഓടാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. നോ വൺ, 0, ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വേറെ ആരുമില്ല. ഓക്കെ, അപ്പം അത് മാത്രം മനസ്സിൽ വയ്ക്കുക. നമ്മുടെ ഫൈറ്റാണ്, നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക എന്നുള്ള ടേംസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം എന്ത് വരില്ല, ഒരു സങ്കടത്തിൻ്റെ എലമെൻറ്റ് വരില്ല. അല്ലെങ്കിൽ അയ്യോ ഞാൻ വിശ്വസിച്ച ആളിനെ വഞ്ചിച്ചു എന്നുള്ളൊരു പ്രശ്നം വരില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ പോയി കണ്ട് ഫിസിക്കലി നിങ്ങൾക്ക് ഓക്കെ, ഇയാൾ ഓക്കെ ആണ് അല്ലെങ്കിൽ ഇത് അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എപ്പോഴും റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ കോളിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന, ഒരു 4 ആൾ വഴി കണക്ട് ചെയ്യല്ല, ഒറ്റ കോളിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ നോക്കിയിട്ട് എടുത്ത് വയ്ക്കുക. അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് എവിടെ ചെന്ന് എത്തുന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അന്തവും ഇല്ല, ഒരു ഐഡിയ ഇല്ല എന്താ എങ്ങനെയാണെന്നുള്ളതൊന്നും. ലെറ്റ്സ് സീ. ഞാൻ വീണ്ടും പറയുന്നു, അതിപ്പോൾ എലിസബത്തിനോടാണെന്നുണ്ടെങ്കിലും കാണുന്ന പ്രേക്ഷകരോടാണെന്നുണ്ടെങ്കിലും ഇത് അവരുടെ ഫൈറ്റാണ്. ഓക്കെ, നമുക്കൊക്കെ ബേസിക്കലി ഇത് കോണ്ടൻ്റാണ്. മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ച് മൾട്ടിപ്പിൾ ആഡ് സെറ്റ് ചെയ്യാതെ ഒരു കുട്ടികളും ഇവിടെ വീഡിയോ ചെയ്യാറില്ല. ഓക്കെ, തംബ്നെയിലും സെറ്റാക്കി ടൈറ്റിലും ഇട്ടിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ഈ സാധനം ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് ഇടുന്നത്. സെക്കൻഡറി തിങ് മാത്രമാണ് സപ്പോർട്ട് സിസ്റ്റമായിട്ട് പോവുക എന്നുള്ളൊരു തോന്നൽ. അത് ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ പ്രൈമറി തിങ് കോണ്ടൻ്റാണ് എല്ലാവർക്കും, ഞാനടക്കമുള്ള എല്ലാവർക്കും. ഫൈറ്റ് ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും കാണുന്ന വ്യൂവർഷിപ്പിന് കമൻറ്റ് ബോക്സിൽ ഇടുന്ന കമൻറ്റ് ഇടുന്നവർക്കൊക്കെ ബേസിക്കലി ഇതെന്താ അപ്പുറത്ത് ഉള്ളൊരടി. ഓക്കെ, സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഇതെങ്ങാനും കറങ്ങി തിരിഞ്ഞ് കോംപ്ലിക്കേഷനായി വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ഇടപെടാൻ ശേഷം സീനായിരിക്കും. ഈ മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾക്കും എല്ലാവർക്കും എന്ന് പറയുമ്പോൾ എല്ലാവരെയും പറഞ്ഞാൽ ചിലർ കാണാം എക്സെപ്ഷണൽ കേസ്. ഓക്കെ, സോ ലെറ്റ് ഹർ ഫൈറ്റ് ഹർ സെൽഫ്. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യട്ടെ. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്.